മീനാക്ഷിക്ക് ഒപ്പമുള്ള ഫോട്ടോകൾ ഇടയ്ക്ക് നമിത പങ്കുവെക്കാറുണ്ടായിരുന്നു. മീനാക്ഷിക്ക് സിനിമാ രംഗത്ത് നിന്നുള്ള ചുരുക്കം സുഹൃത്തുക്കളിൽ ഒരാളാണ് നമിത പ്രമോദ്. നാദിർഷയുടെ മക്കളും നമിതയുടെ സുഹൃത്തുക്കളാണ്. എന്തിനും ഏതിനും കൂട്ടായി സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്നത് ഏതൊരാളുടെയും ഭാഗ്യമാണ്. അത്രയും നല്ല സുഹൃത്തുക്കളെ ജീവിതത്തിൽ നഷ്ടമാകുമ്പോഴും ജീവൻ പറിച്ചെടുക്കുന്ന വേദനയും ഉണ്ടാകാറുണ്ട്. ഒപ്പം നിന്ന് കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകി പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഒറ്റയ്ക്കാക്കി പോകുന്ന സുഹൃത്തുക്കളെക്കുറിച്ചും പലരും പലവട്ടം പറഞ്ഞിട്ടുള്ളതുമാണ്. സിനിമാ മേഖലയിൽ തന്നെ പലരുടെയും തുറന്നു പറച്ചിൽ ചർച്ച ആയിട്ടുമുണ്ട്. അത്തരത്തിൽ അടുത്തിടെ ഏറെ ശ്രദ്ധേയമായത് നമിത പ്രമോദ് സുഹൃത്തുക്കളെക്കുറിച്ച് തുറന്നു പറഞ്ഞ വാക്കുകളാണ്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന സങ്കല്പത്തിൽ തനിക്കിപ്പോൾ മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയുന്ന നമിതയുടെ ഒരു വീഡിയോ ആണ് സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത്. അതോടെയാണ് ഇനി മീനാക്ഷിയുമായുള്ള സൗഹൃദത്തിൽ എന്തെങ്കിലും വിള്ളൽ സംഭവിച്ചോ എന്നുള്ള ചോദ്യങ്ങൾ വന്നത്. ദിലീപിൻ്റെ മകൾ മീനാക്ഷിയും നാദിർഷയുടെ മക്കളും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ് നമിത പ്രമോദ്. ഒരുപക്ഷെ സിനിമയിൽ ഉള്ള സൗഹൃദങ്ങളെക്കാൾ കൂടുതലും നമിത ആഘോഷിച്ചിട്ടുള്ളതും ഈ ബന്ധങ്ങളെയാണ്. നാദിർഷയുടെ മകളുടെ വിവാഹത്തിൽ നമിതയ്ക്ക് ഒപ്പമെത്തിയ മീനാക്ഷിയും അവരുടെ വിവാഹത്തിൽ ഇവർ ഇരുവരും അവതരിപ്പിച്ച നൃത്തവും ഒക്കെ ഏറെക്കാലം സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. തന്നേക്കാൾ ഏറെ താഴെയാണ് മീനാക്ഷിയെങ്കിലും തൻ്റെ അടുത്ത സുഹൃത്താണ് മീനാക്ഷിയെന്ന് നമിത പലവട്ടം പറഞ്ഞിട്ടുമുണ്ട്. പൊതുവെ ക്യാമറയ്ക്ക് മുമ്പിൽ എത്താൻ മടി കാണിക്കുന്ന മീനാക്ഷി നമിത പുതിയ ബിസിനസ് സംരംഭത്തിൻ്റെ ഉദ്ഘാടനത്തിന് വന്നതും ഏറ്റവും തിരക്കുള്ള സമയമായിട്ടും മീനാക്ഷിയോടുള്ള നമിതയുടെ കെയറിങ്ങുമൊക്കെ ഏറെ ചർച്ച ആയിരുന്നു. സൗഹൃദങ്ങളിൽ ഇപ്പോഴുള്ള നമിതയുടെ നിലപാട് കൂടി വന്നതോടെയാണ് ശരിക്കും എന്താണ് സംഭവിച്ചത്, ഇങ്ങനെ പറയാൻ മാത്രം എന്തുണ്ടായി, നല്ല സുഹൃത്തുക്കൾ തമ്മിൽ ശത്രുക്കളായോ എന്നുള്ള ചോദ്യങ്ങൾ കൂടി ചിലർ പങ്കിടുന്നുണ്ട്. എന്നാൽ മീനാക്ഷിയെക്കുറിച്ചൊന്നും അല്ല നമിതയുടെ വർത്തമാനം, അല്ലാതെ പൊതുവായുള്ള സംസാരം ആകാം അതെന്നാണ് ഇരുവരെയും അറിയുന്ന ആളുകൾ കമൻറ്റുകളിടുന്നത്. ഒരു US ട്രിപ്പിൽ വെച്ചായിരുന്നു മീനാക്ഷിയും നമിതയും അടുക്കുന്നത്. നാദിർഷയുടെ മകളും അന്ന് ഇവർക്കൊപ്പമുണ്ടായിരുന്നു. അവർ നോക്കി ചിരിക്കുന്നുണ്ടെങ്കിലും മീനാക്ഷി തന്നെ കാണാത്തതുപോലെ ഇരിക്കുകയായിരുന്നുവെന്ന് നമിത മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ അടുത്തടുത്ത സീറ്റിലായിരുന്നു ഇരുന്നത്. ജാടയാണെന്ന് കരുതി ആദ്യമൊന്നും മിണ്ടിയിരുന്നില്ല. പിന്നീടാണ് സംസാരിച്ചു തുടങ്ങിയതും തെറ്റിദ്ധാരണ മാറിയതുമെന്നും നമിത പറഞ്ഞിരുന്നതാണ്. എനിക്ക് കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. അവർക്ക് അവരുടെ സ്പേസ് ഉണ്ട്, എനിക്ക് എൻ്റെയും. എല്ലാവരും കല്യാണം കഴിഞ്ഞവരോ കുട്ടികളുള്ളവരോ വർക്ക് ചെയ്യുന്നവരാണ്. ഓരോ വ്യക്തികളും വരുന്ന പശ്ചാത്തലം വ്യത്യസ്തമാണ്. എല്ലാത്തിനും എപ്പോഴും കൂടെയുണ്ടാകുമെന്ന് കരുതി ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന കോൺസെപ്റ്റിൽ ഞാൻ ഭയങ്കരമായി വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഓരോ ഫ്രണ്ട്സിനും ഓരോ പർപ്പസ് വേണമെന്നും നമിത അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു.